ഞാൻ ആദ്യം ഇറങ്ങാം, രക്ഷപ്പെടുവാണെങ്കിൽ നിങ്ങളും കൂടെ വരിക. എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും? ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ എനിക്ക് അറിയായിരുന്നു ഇതെന്റെ ജോലിയല്ല. അത് വെച്ചിട്ടാണോ? ഞാൻ ആക്ച്വലി പീസ് ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത്രയും സേഫ് ആയിട്ട് പോകുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഇതിലോട്ട് മാറും. ഇത് പീസ് ഓഫ് മൈൻഡ് ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു കൂലിപ്പണിക്കാരൻ്റെ മോന് കിട്ടാവുന്ന ഏറ്റവും നല്ല സാലറിയാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. വില്ല ഓഫ് ദ ഇയർ അവാർഡ്, ഏറ്റവും നല്ല വില്ല നമ്മുടെ ആയിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ബ്രാൻഡ് വാല്യൂയിലേക്ക് സ്വാഗതം. സ്വന്തമായൊരു സംരംഭം തുടങ്ങണമെന്നും ഒരു ഓൺട്രപ്രനർ ആകണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അതിനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തും, അങ്ങനെ ഒരു 100 കൂട്ടം സംശയങ്ങൾ, ആശങ്കകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. എന്നാൽ അങ്ങനെ പലവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരു സംരംഭം തുടങ്ങുകയും അത് മികച്ച ലാഭത്തിൽ എത്തിച്ചേർക്കുകയും ചെയ്ത ഒരു സംരംഭകനാണ് ഇന്ന് ബ്രാൻഡ് വാല്യൂവിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിച്ചേരുന്നത്. കോഴിക്കോട് അരീക്കോട് സ്വദേശിയായ വിനോദ് ബാലൻ. അദ്ദേഹത്തിന് ഇൻഫോ പാർക്കിലായിരുന്നു ജോലി. പക്ഷേ ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് വോയെ ഹോംസ് എന്ന പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് അദ്ദേഹം തുടങ്ങുന്നത്. ആ സ്റ്റാർട്ടപ്പിനെ കുറിച്ച്, വോയെ ഹോംസിനെ കുറിച്ച് സംസാരിക്കാനായി വിനോദ് ബാലൻ എന്നോടൊപ്പം ഉണ്ട്. സ്വാഗതം സർ. ഇൻഫോ പാർക്കിലായിരുന്നല്ലോ ജോലി. അപ്പോൾ ആ ജോലി വിടുക, ഒരു സംരംഭം തുടങ്ങുക, എങ്ങനെയാണ് അങ്ങനെ ഒരു തോന്നലേക്ക് എത്തിയത്? ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ ഒരു വീക്കെൻഡ് കിട്ടിയാൽ എങ്ങോടെങ്കിലും പോകാമെന്ന് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്ത. അപ്പം അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യും. നമ്മൾ മൂന്നാർ പോകും, ഊട്ടിയിൽ പോകും, വാഗമൺ പോകും. എപ്പോഴും നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു ഗ്യാങ് ആയിട്ടായിരിക്കും എപ്പോഴും പോകും. അതെ, നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ ആൾക്കാർ, ഒരു കംഫർട്ടബിൾ സോൺ ഉണ്ടായിരിക്കുമല്ലോ, ആ ഇതിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. സോ അങ്ങനെ ട്രാവൽ ചെയ്ത സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ഹോംസ്, ഹോളിഡേ ഹോംസ് പറയും, നമുക്കെപ്പോഴും റിസോർട്ടുകളുണ്ട്, ക്യാമ്പ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ഹോം സ്റ്റേസ് ഉണ്ട്. ഹോം സ്റ്റേ എന്ന് വെച്ചാൽ പാർട്ട് ഓഫ് സമ്മൺസ് ഹോം, അങ്ങനെയാണ്. ഇതൊന്നും അല്ലാതെയാണ് നമുക്ക് ശരിക്കും ഹോളിഡേ ഹോം എന്നുള്ള, വെക്കേഷൻ ഹോം, ഗസ്റ്റ് ഹൗസ്, അങ്ങനെ പല പേരും. അതെ അതെ. അപ്പം നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇതൊരിക്കലും സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ളൊരു ബിസിനസ് അല്ല. കാരണം നമുക്ക് അവിടെ കെയർ ടേക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് ഫുഡ് കിട്ടണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്യായിരിക്കും. അതുകൊണ്ടൊരു പ്രൊഫഷണൽ ഒരു വേ ഓഫ് ഡീലിങ്ങോ അല്ലെങ്കിൽ വേ ഓഫ് ഓപ്പറേറ്റിങ്ങോ ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലോട്ട് വന്നു, ഇങ്ങനെ ഇതിനെ കുറച്ചെണ്ണം നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ വോയെ ഹോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ 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 അതെ. എനിക്ക് 4 പാർട്ട്നേഴ്സ് ഉണ്ട് വേറെ. അപ്പം കൊളീഗ്സ് ആയിരുന്നു, ഫ്രണ്ട്സ് ആൻഡ് മൈ മാനേജേഴ്സ്, അത്രയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ പറയാണ്, പരസ്പരം നമ്മൾ ഷെയർ ചെയ്തു. അങ്ങനെ ഇതിനെ നമ്മൾ പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മൾ പിച്ച് ചെയ്തു ഈ ഐഡിയ. അപ്പോൾ അവർ നമുക്ക് ഇൻക്യുബേഷൻ തന്നു. അവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സപ്പോർട്ടിലാണ് നമ്മൾ ഇത്രയും ഗ്രോ ചെയ്തതെല്ലാം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊരു ബിസിനസ് തുടങ്ങാന്ന് പറയുന്നത് അതൊരു ഭയങ്കര വെല്ലുവിളി നിറഞ്ഞൊരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് നമ്മളൊരു നല്ലൊരു സെറ്റിൽഡ് ജോലിയൊക്കെ രാജിവെച്ച് അത് വേണ്ടെന്ന് വെച്ച് ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു റിസ്ക് എങ്ങനെ ടേക്കപ്പ് ചെയ്തു? അതെന്തായാലും ഷുവർ. ബിക്കോസ് നമ്മൾക്കൊരു അത്യാവശ്യം നല്ല സാലറി കിട്ടുന്നുണ്ട്. പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേ അവധിയാണ്, വേറെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇൻ കേസ് നമ്മളൊരു വലിയ മിസ്റ്റേക്ക് നമ്മുടെ ജോലിയിൽ ഉണ്ടാക്കിയാലും കിട്ടാവുന്ന ഒരു വാർണിംഗ് ലെറ്റർ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. ഇത്രയും സേഫ് ആയിട്ട് പോകുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ഇതിലോട്ട് മാറുക. ബേസിക്കലി എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട് അതിൻ്റെ പുറകിൽ. കാരണം വെച്ചാൽ ഞാനൊരു റിച്ച് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളല്ല. എൻ്റെ ഫാദർ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂലിപ്പണിക്കാരൻ്റെ മോന് കിട്ടാവുന്ന ഏറ്റവും നല്ല സാലറിയാണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സാലറി മേടിച്ച് നമ്മൾ സുഖമായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു ദിവസം പറയുകയാണ് ഞാൻ റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ അതൊരു ടെൻഷനാണ്. ഈ റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഈ ജോലി വിടാം, നമ്മളിങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു എന്നത് പെട്ടെന്നെടുത്ത തീരുമാനമല്ലല്ലോ. അതെങ്ങനെയായിരുന്നു? എത്ര നാൾ എടുത്തു അങ്ങനെ ഒരു തീരുമാനം, ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ? ഒന്ന് നമ്മൾക്ക് എന്തായാലും നമ്മുടെ ലയബിലിറ്റീസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഈ ലോൺസ്, കാർ ലോൺസ്, ഹോം ലോൺസ്, ഇതെല്ലാം ഉണ്ടാവും. ഈ ലയബിലിറ്റി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണുകയും ചെയ്യും. പക്ഷേ ഇതൊരിക്കലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന സംഭവമല്ല. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഞാൻ ആക്ച്വലി പീസ് ഓഫ് മൈൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടായത്. ഇത് പീസ് ഓഫ് മൈൻഡ് ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചു, ഞാൻ ആദ്യം ഇറങ്ങാം, എന്നിട്ട് ഞാൻ ഇത് രക്ഷപ്പെടുവാണെങ്കിൽ നിങ്ങളും കൂടെ വരിക. അതെ, രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾ നോക്കുക. ഇതായിരുന്നു നമ്മുടെ ഒരു അതെ. രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്ക് സാലറി അവർ തരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ടൈമായിരുന്നു. ഏതൊരു ബിസിനസ്സിനും ആദ്യം അതിൻ്റെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ കറക്റ്റ് മാർക്കറ്റിലൂടെ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ്.
കോവിഡ് കഴിഞ്ഞ ഏത് ഇയർ ആയിരുന്നു? 2021. അപ്പോൾ കോവിഡ് കഴിഞ്ഞ ആൾക്കാർ അന്ന് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ പുറത്ത് പോകണം, എന്നാൽ ക്രൗഡ് ആയിട്ടുള്ള ഹോട്ടലിൽ പോകാൻ പറ്റില്ല. മേ ബി അവർക്ക് കുക്ക് ചെയ്യണം, ഒരുപാട് ക്രൗഡഡ് ആവരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇതിനെ ലോഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെയുള്ള ഓരോ ലൊക്കേഷൻസിൽ റൂമുകൾ എടുക്കാൻ ഒരുപാട് ആപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ ഓയോ പോലെയുള്ള ആപ്പുകളുണ്ടല്ലോ. അതിൽ നിന്ന് ഈ ആപ്പ് ഇതെങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഞങ്ങളൊരു ആപ്പ് ഞങ്ങൾക്ക് ഞങ്ങളില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു റവന്യൂ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും ബുക്കിംഗ് പ്ലാറ്റ്ഫോം അല്ല, അതിന് അഗ്രിഗേഷൻ എന്നാണ് പറയുക. മേക്ക് മൈ ട്രിപ്പ്, Booking.com, Airbnb അവരാണ് ഞങ്ങൾക്ക് ബുക്കിംഗ് തരുന്നത്. ഞങ്ങളുടെ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹോളിഡേ ഹോംസ് കസ്റ്റമേഴ്സിന് ഈ ആപ്പുകൾ യൂസ് ചെയ്തും ഈവൻ ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയോ ഞങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്തോ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ടൂറിസ്റ്റ് ലൊക്കേഷൻസിലെ വീടുകളുടെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണെന്നാണോ പറയേണ്ടത്? ഞങ്ങളൊരു റവന്യൂ മാനേജ്മെന്റ് കമ്പനിയാണ്. അതായത് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് ഹോംസ്, ഹോളിഡേ ഹോംസ് ഉണ്ട്. ഇതിനെ ഞങ്ങളുടെ ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിലോട്ട് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ബ്രാൻഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിനെ ഡെയിലി റെൻറ്റ് ഓർ വീക്കിലി ഒക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന്, ജനറൽ പബ്ലിക്കിന് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മേ ബി ഒരു വെറുതെ കിടക്കുന്ന ഒരു അസറ്റിനെ അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അത്ര ഒരു ഈസി ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നില്ല. അത്രയധികം ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമോ ഇങ്ങനെ ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ നിൽക്കാൻ? നമുക്ക് ലോങ് സ്റ്റേസ് ഒരുപാട് വരാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൂടുതലും സെലിബ്രിറ്റീസ് വരാറുണ്ട്. കാരണം സെലിബ്രിറ്റീസിനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് വരാറുണ്ട്. എല്ലാവർക്കും കുറച്ചുകൂടെ പ്രൈവസി, അഗെയിൻ എല്ലാവർക്കും പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി ഓയോ ഹോംസിൽ ഏതൊക്കെ ഇടങ്ങളിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്? ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അക്രോസ് കേരള എല്ലായിടത്തും ഉണ്ട്. ഓൾ കേരള എല്ലാ ഡെസ്റ്റിനേഷനിലും നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻസ് പറഞ്ഞാൽ ഓൺലി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് പറയുവാണെങ്കിൽ വയനാട്, മൂന്നാർ, വാഗമൺ, വർക്കല, കൊച്ചിൻ അങ്ങനെ സ്ഥലങ്ങളിലാണ് കേരളത്തിലുള്ളത്. ഇൻ ടോട്ടൽ നമ്മൾ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് 500+ റൂംസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് കേരളത്തിന് പുറത്താണെങ്കിൽ തമിഴ്നാട്ടിലുണ്ട്. ഊട്ടി ഈസ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. ഊട്ടിയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ഊട്ടിയാണ്. ഊട്ടിയിൽ മോർ ദാൻ 200 റൂംസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതെ, ഊട്ടിയിൽ കൊടൈക്കനാലിലുണ്ട്, കൂർഗിലുണ്ട്, ഗോവ. ഇതാണ് ഇന്ത്യയിലെ ഓപ്പറേഷൻസ്. നമുക്ക് സെയിം ടൈം ദുബായിലുണ്ട്. ദുബായിൽ നമ്മൾ 4 ഡെസ്റ്റിനേഷനിൽ നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ദുബായിൽ. ഫസ്റ്റ് പ്രോപ്പർട്ടി ആക്ച്വലി മൺട്രോ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുരുത്ത്. അതെ, മൺട്രോ തുരുത്തിലാണ്. അത് നമുക്ക് തന്ന ഒരാളിലും ഒരു കഥയുണ്ട്. ആക്ച്വലി പുള്ളി ഒരു സാധാരണക്കാരനാണ്. ആളൊരു ഹോം സ്റ്റേ പോലെ ഒരു റിസോർട്ട് തുടങ്ങാൻ വേണ്ടി നോക്കി, പക്ഷേ റിസോർട്ട് ആക്കാൻ പറ്റിയില്ല. ഒരു ഹോം സ്റ്റേ പോലെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് മൂന്നാറിൽ കണ്ണൻദേവൻ പ്ലാന്റേഷൻസിൻ്റെ 3 ബംഗ്ലാവ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ വി ഗോട്ട് ദ ബ്രാൻഡ്. നമുക്ക് കണ്ണൻദേവൻ എന്നൊക്കെയുള്ള ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ മാസവും ഒരു 6-7 ഓണേഴ്സ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. നമ്മളെ പ്രോപ്പർട്ടി അവരുടെ പ്രോപ്പർട്ടി നമുക്ക് തരാനായിട്ട്. പക്ഷേ നമ്മൾക്ക് ഒരു സർട്ടൻ ക്വാളിറ്റി ചെക്സും അതേപോലെ ഞങ്ങളുടെ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രോപ്പർട്ടീസ് എടുക്കുകയുള്ളൂ. നിങ്ങൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് നമുക്ക് ബുട്ടിക് വില്ലാസും ഹോളിഡേ ഹോംസ് ആണ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിലെപ്പോഴും എല്ലാവരും നോക്കുക പ്രൈവസിയാണ്. പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കും. പിന്നെ ഈ പറയുന്ന പോലെ ലൊക്കേഷൻ അല്ലേ, ബേസിക്കലി ഒരു കസ്റ്റമറിന് എപ്പോഴും നമ്മൾ നോക്കുക അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ, ബേസിക്കലി അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രൗഡഡ് അല്ലാത്തൊരു സ്ഥലത്താണോ നോക്കും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രോപ്പർട്ടി ഇവാലുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പർട്ടിക്ക് ഒരു പ്രപ്പോസൽ ചെയ്യും. ആ പ്രപ്പോസലിൽ അവർ ഓക്കെ ആണെങ്കിൽ നമ്മളത് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. നിങ്ങൾ ലീസിന് എടുക്കുകയാണല്ലോ ചെയ്യുന്നത്? നമുക്ക് ലീസ് മാത്രമല്ല, നമുക്ക് 3 മോഡൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ലീസ്, നോർമലി എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു മോഡലാണ്, ഒരു ഫിക്സഡ് റെന്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഞങ്ങൾ SOB എന്ന് വിളിക്കും, സെൽഫ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ്. നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യും, പക്ഷേ അതൊരു പാർട്ട്ണർഷിപ്പ് മോഡലായിരിക്കും. ഓണറും നമ്മൾ തമ്മിലുള്ള പ്രോഫിറ്റ് വിൽ ബി ഷെയർഡ്. ഇതാണ് സെക്കൻഡ് മോഡൽ. തേർഡ് മോഡൽ ഈസി മോഡലാണ് ഞങ്ങൾക്ക്. അതായത് ഓപ്പറേഷൻസ് പ്രോപ്പർട്ടി ഓണർ നോക്കണം. അതായത് അവർക്കൊരു കെയർ ടേക്കർ എന്തായാലും അവിടെ കാണും. ചിലർക്ക് ഈ ഹോളിഡേ ഹോംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഇമോഷൻസും കൂടെ ഉണ്ട്. അതായത് ഒരാൾക്ക് ഇപ്പോൾ എനിക്കൊരു ഹോളിഡേ ഹോം ബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത പല കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് അവിടെ ഉണ്ടാവാം. നമുക്ക് പല അങ്ങനെ ഇമോഷൻസ് ഉണ്ട് ഇവർക്ക്. ഈ ഹോളിഡേ ഹോം ഓണേഴ്സിന് ഹോളിഡേ ഹോംസ് ആയിട്ട് ഭയങ്കര ഇമോഷൻസ് ഉണ്ടാവും. നമുക്ക് ആ ഇമോഷനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചില ആൾക്കാർ കെയർ ടേക്കേഴ്സ് അവരുടെ അറിയുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും ഓൾറെഡി. ഈ അവരുടെ ബട്ട്ലേഴ്സ് ഉണ്ടാവും, കെയർ ടേക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു വിടരുതെന്ന് നമ്മളോട് പറയും. ഓക്കെ, അത് ചിലപ്പോൾ അവരുടെ ഫാമിലി കുറേ കാലമായിട്ട് ഇവർ തന്നെ ആയിരിക്കും ഇവരെ കെയർ ടേക്കേഴ്സ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ പറഞ്ഞു വിടാതെ അവർക്ക് കുറച്ചുകൂടെ ട്രെയിനിങ് കൊടുത്ത് അവരെ തന്നെ കീപ്പ് ചെയ്ത്
സോ ദ ഓപ്പറേഷൻസ് വിൽ ബി റൺ ബൈ ഓണർ തന്നെ ഓപ്പറേഷൻസ് റൺ ചെയ്യും. നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, റിസർവേഷൻ, കസ്റ്റമർ എക്സ്പീരിയൻസ്, കസ്റ്റമർ കംപ്ലയിൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ ഈ 3 മോഡലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിനാണല്ലോ ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആശങ്ക ഇതെങ്ങാനും പാളിപ്പോവോ, ഇത്രയും പൈസ പോവല്ലേ എന്നാണല്ലോ. അപ്പോൾ അതിനൊരു ബാക്കപ്പ് വേറെ ഉണ്ടായിരുന്നോ പ്ലാൻ? ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴേക്കും ആൾക്കാരുടെ മൈൻഡിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാ വരിക. ഇപ്പോഴത്തെ ഒരു കാറ്റഗറിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് എന്താ വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനെന്നാ പറയാം. ഞങ്ങൾ ആക്ച്വലി ബൂട്ട് സ്റ്റാർട്ടഡാണ്. ഞങ്ങൾ 0 എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് കമ്പനിയിൽ ഒരാൾ പോലും പുറത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യും, റീഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നമുക്ക് കിട്ടൽ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാത്തപ്പോഴാണ്. കാരണം ഒരാൾ നമുക്ക് വെറുതെ പൈസ തരില്ലല്ലോ. നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാണ്, ഈ കമ്പനി ഓക്കെ ആണെന്ന് കാണുമ്പോൾ മാത്രമേ ഒരാൾ നമ്മൾക്ക് പൈസ തരുള്ളൂ. ഞാൻ ഇനീഷ്യലി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡോ അങ്ങനെയൊക്കെ നോക്കി ഒരുപാട് നടന്നിട്ടുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല. അത് ശരി, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടാത്തതുകൊണ്ട് എന്തായി, ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പം ഞാനൊരു 3-4 സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ സ്റ്റാർട്ടപ്സിൽ. അത് നോർമലി എല്ലാ സ്റ്റാർട്ടപ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പോൾ മനസ്സിലാവും എങ്ങനെ സ്റ്റാർട്ടപ്സിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ച് നടക്കുമ്പോൾ ഒരാൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തരില്ല. കാരണം ആൾക്കൊരു ഉറപ്പില്ല. ഇപ്പം ഞങ്ങൾക്ക് സ്റ്റേബിൾ ആയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തരാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ബാങ്ക് ലോൺ പോലെയാണ്. നമുക്ക് ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് നമുക്ക് ലോൺ വേണമെന്ന് എപ്പോഴും ചോദിക്കാം, നമുക്ക് വേണ്ടാത്തപ്പോഴായിരിക്കും ചോദിക്കേണ്ടാവുക. അതേ അവസ്ഥയാണ് ഇതും. ആവശ്യമുള്ളപ്പോൾ ആരും ഉണ്ടാവില്ല. ഇത് നോർമലി നമ്മളൊരു ഇൻവെസ്റ്റബിൾ പ്രൊഡക്റ്റായി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊക്കെ ഞാൻ പണയൊക്കെ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ പ്രൊഡക്റ്റിൽ എനിക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, റൈറ്റ്? ആദ്യം കോൺഫിഡൻസ് എനിക്ക് വരണം. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു ബിസിനസ് മാൻ ആണ് ഞാൻ ആവേണ്ടത് എന്ന തോന്നൽ പണ്ടേ ഉണ്ടായിരുന്നു. എനിക്ക് ഡേ 1 എൻ്റെ ഫസ്റ്റ് ജോലി, ഞാൻ ഇൻഫോസിസിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് 2009 കയറി. ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ എനിക്ക് അറിയായിരുന്നു ഇതെൻ്റെ ജോലിയല്ലാന്ന്. അത് ശരി. പക്ഷേ നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും എൻ്റെ ഫാദർ ഞാൻ പറഞ്ഞ പോലെ ഒരു കൃഷിക്കാരനും കൂലിപ്പണി ആരൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് ഇൻഫോസിസിലൊരു ജോലി എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും പിന്നെ വീട്ടിൽ കയറാൻ പറ്റുന്നുണ്ടാവില്ല, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ IT-ൽ 9 years പിന്നെ നിൽക്കേണ്ടി വന്നു. ഞാനൊരു കസ്റ്റമറാണ്. എനിക്ക് കൊടൈക്കനാൽ അല്ലെങ്കിൽ ഊട്ടിയിൽ നിങ്ങളുടെ ഒരു വീട്ടിൽ പോയി താമസിക്കണം. എന്ത് ചെയ്യണം ഞാൻ? നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് MakeMyTrip, Booking.com, Airbnb, ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ പ്ലാറ്റ്ഫോംസിലെല്ലാം നമ്മുടെ പ്രോപ്പർട്ടീസ് ലിസ്റ്റഡ് ആണ്. അവിടെ പോയി ബുക്ക് ചെയ്യാം, സ്റ്റേ ചെയ്യാൻ പറ്റും. പ്ലസ് ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ഒരു കസ്റ്റമർ സർവീസ് ടീമുണ്ട്, സെയിൽസ് ടീമുണ്ട്, ഒരു കോമൺ നമ്പറുണ്ട്. അപ്പം ഈ ഇത്രയും പ്രോപ്പർട്ടീസുള്ള ഏതിൽ വിളിച്ചാലും ഞങ്ങളുടെ ഓഫീസിലോട്ടാണ് കണക്ട് ആവുക. അപ്പോൾ അതിൽ വിളിച്ചിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 ഓപ്ഷൻസാണ് നമ്മൾക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 2022 തുടങ്ങി. ഇന്നിപ്പോൾ വോയ ഹോംസിൻ്റെ ഒരു പോയിന്റ് അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയും? 16 ഡെസ്റ്റിനേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടോട്ടൽ. ഇത്രയും നമ്മളുടെ ബിസിനസ് വൈസ് ആണെങ്കിൽ നമ്മൾക്ക് കേരളത്തിൽ 2023 കേരളത്തിലെ ബെസ്റ്റ് 23 സ്റ്റാർട്ടപ്സിൽ നമ്മളുണ്ടായിരുന്നു. പിന്നെ 2024 ടോപ്പ് 10 ടൂറിസം സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ അതിനകത്ത് നമ്മളുണ്ടായിരുന്നു. പിന്നെ MakeMyTripന്റെ വില്ല ഓഫ് ദ ഇയർ അവാർഡ്, ടോട്ടൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല വില്ല നമ്മുടെ ആയിരുന്നു. അപ്പോൾ ഇത്രയും അവാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരുപാട് ആളുകൾക്ക്, ഈവൻ എനിക്ക് പോലും നമുക്കൊരു സംരംഭം തുടങ്ങിയാലോ എന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു പേടിയാണ്, ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമാണ്, പാളിപ്പോവോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോവോ എന്നുള്ളത്. അങ്ങനെയുള്ളവരോട് എന്താണ് വിനോദിന് പറയാനുള്ളത്? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന എപ്പോഴും ഡിഫിക്കൽട്ട്. നമുക്കതൊരു ഈസി ജോബല്ല. ആൾക്കാർക്ക് അത് ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ഞാൻ പോയായിരുന്നു. അപ്പോൾ എൻ്റെ പല്ല് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് അറിയാമോ? എൻ്റെ പല്ലും എൻ്റെ ഏജും തമ്മിൽ മാച്ച് അല്ലാന്ന്. അതായത് 10 years ഓൾഡറാണ് എൻ്റെ പല്ല്. അതിനുള്ള കാരണം വെച്ചാൽ എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ പല്ല് കടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പല്ല് എന്നെക്കാളും 10 വയസ്സ് കൂടുതലുള്ള ഒരാളുടെ പല്ലാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതൊക്കെ എപ്പോഴും നമുക്ക് എന്തായാലും സ്ട്രെസ് ഉണ്ടായിരിക്കും. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് എന്തായാലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇന്നത്തെ പ്രോബ്ലം ആയിരിക്കില്ല നാളെ വേറൊരു പ്രോബ്ലം ആയിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാ ഇൻഫോ പാർക്കിലെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നടക്കാം.
നമുക്ക് ടൈമിംഗ് പ്രശ്നങ്ങളില്ല. പക്ഷെ സ്റ്റിൽ ടെൻഷൻ ഇല്ലേ? നമ്മളിപ്പോ പറഞ്ഞല്ലോ, വിനോദ് ആദ്യം പറഞ്ഞല്ലോ എനിക്കൊരു പീസ്ഫുൾ ഒരു ഇതാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് കിട്ടുന്നുണ്ടോ ഇപ്പോൾ? ഇപ്പൊ ടെൻഷൻ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം ഉണ്ടാവുക. ടെൻഷൻ എന്ന് വെച്ചാൽ പീസ് ഓഫ് മൈൻഡ് ഇസ് നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതിൽ ടെൻഷൻ നമുക്കൊരിക്കലും ടെൻഷനല്ല. നമ്മൾക്ക് ടെൻഷൻ വരുന്നത് നമുക്ക് വേറൊരു കാര്യം. ഇത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥതയോടും എൻ്റെതാന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ എനിക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല. ഇതൊരു എനിക്ക് പീസ് ഓഫ് മൈൻഡ് ആണ്. വൈ ഹോംസിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? നമ്മളിപ്പോൾ റീസെൻ്റ്ലി ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. ദുബായിൽ 1 year ആയി. ഇപ്പം നമ്മൾ അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പാൻ ഇന്ത്യ, ആക്ച്വലി ഇപ്പോഴും നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റാണ്. ഇപ്പോൾ ബെസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ ആണ് നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ ഇസ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഒരുപാട് കോമ്പറ്റീഷനുള്ള മാർക്കറ്റാണ്. പക്ഷേ നമുക്ക് ബെസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ ആവാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി എന്തായാലും നമ്മുടെ എഫേർട്ടും നമ്മുടെ ടീം നമ്മളുടെ ട്രാൻസ്പെറൻറ്റ് ബിസിനസ് മോഡൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതും കൂടെ നമുക്ക് എന്തായാലും ഒരു പാൻ ഇന്ത്യ കമ്പനി ആവാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ആരായിരിക്കും ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ മോട്ടിവേഷൻ എനിക്കില്ല. ഇല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നമുക്കാവണം, അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. പിന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പലരെയും കണ്ടിട്ടായിരിക്കും. അതൊരു വലിയൊരു പേഴ്സൺ ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവണമെന്നില്ല, നല്ലൊരു ഓൺട്രപ്രണർ ആവണമെന്നില്ല. നമ്മളൊരു കെയർ ടേക്കറിനെ പോലും നമ്മൾക്ക് കണ്ടാൽ ചിലപ്പം അയാളുടെ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ പലരും ഉണ്ട്. നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരാൾ അങ്ങനെ മോട്ടിവേഷനായിട്ടൊന്നും ഇല്ല. ഇതിപ്പോൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല, ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാണെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഫാമിലിയുടെ ഒരു പ്രതികരണം? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, ഒരിക്കലും ഇല്ല. അവർക്ക് എൻ്റെ ജോലിയും ആ ഒരു സാലറിയും അവരുടെ സ്വപ്നങ്ങളിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് കിട്ടിക്കഴിഞ്ഞ് ഞാനതിന് ഇറങ്ങുമ്പം ആദ്യത്തെ 1-2 വർഷം എൻ്റെ പാരൻസിന് ഇത് എന്താണ് ഞാൻ ചെയ്യുന്നത് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ലൈഫിലെ ചേഞ്ചസ് കാണുമ്പോഴാണ് ഒബ്വിയസ്ലി ഒരാളുടെ കയ്യിൽ നമ്മളുടെ ഇൻകം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി എന്തായാലും നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും. ഈ ചേഞ്ചസ് വന്നു തുടങ്ങുമ്പോഴാണ് ഇവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീൽ വന്നു തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം. പിന്നെ ഇപ്പോൾ ഒരുപാട് രക്ഷപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെ. ഇപ്പോൾ പിന്നെ ഒരുപാട് കോളേജിലും അങ്ങനെ പല സ്ഥലങ്ങളിലും സ്റ്റാർട്ടപ്പ് മോട്ടിവേഷൻ സ്പീച്ചസും കാര്യങ്ങളൊക്കെ പോകുന്നതും അതൊക്കെ അവർ കാണാൻ തുടങ്ങിയപ്പം, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ, അമ്മയും അച്ഛനും എല്ലാം ഇത് കാണും. സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത്, പലരിടുന്നത് കാണാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവർക്ക് അറിയാം എന്തോ ചെയ്യുന്നുണ്ട്. ഒറ്റവാക്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട് തുടങ്ങാൻ, പക്ഷെ കുറച്ച് ഡൗട്ട് ആൻഡ് പേടിയുണ്ട്. എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും? സാലറി അത് വെച്ചിട്ടാണോ? ഓക്കെ. ബിക്കോസ് ഇതിനേക്കാളും വലിയൊരു മോട്ടിവേഷൻ അല്ലേ. അതായത് നമ്മുടെ സാലറി എന്തായാലും നമ്മൾക്ക് മന്തിൻ്റെ ആകുമ്പോൾ തീരും. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, എനിക്കറിയാം. ഇതിപ്പോൾ എത്ര കിട്ടിക്കഴിഞ്ഞാലും തീരും. പക്ഷേ ഓൺട്രപ്രണർ ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പൈസനെ പറ്റി ചിന്തിക്കേണ്ടി വരില്ല. അതിനേക്കാളും കൂടുതൽ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ഫ്രീഡം. ഞാൻ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വേറെ എങ്ങനെയെങ്കിലും പോകാൻ തോന്നി ഞാൻ ഇറങ്ങിപ്പോകും, ഒരാളും എന്നോട് ചോദിക്കാനില്ല. പക്ഷേ ഈ 2 കാര്യങ്ങളും ഇല്ല. അത് ഞാൻ വർക്ക് ചെയ്ത് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. എന്തായാലും ചെറിയ സ്വപ്നമായിരുന്നു, ഇനി ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് അറിയാം. എന്തായാലും ആ ജേർണിയിലേക്ക് ഒരു വലിയൊരു ഓൾ ദ ബെസ്റ്റ്. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു.